ഇപ്പോൾ ശ്രീമതി മാലാപാർവതി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചേരുകയാണ്. ശ്രീമതി മാലാപാർവതി, ഒരു ആരോപണം സിദ്ദിഖിന് നേരെ വരുന്നു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. പക്ഷേ നമ്മുടെ മുൻപിലുള്ള യഥാർത്ഥ വിഷയം ഈ രാജിയിൽ ഇത് അവസാനിക്കുന്നതാണോ? ഇതിപ്പോൾ ശക്തമായൊരു നിയമപരമായ തുടർ നടപടികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. സർക്കാരിന്റെ ആർജവം തെളിയിക്കേണ്ട സമയമാണ്. സ്ത്രീപക്ഷത്തുള്ള സർക്കാരാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, അത് തെളിയിക്കേണ്ട സമയമാണ്. സർക്കാരിന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി മാലാപാർവതി, സർക്കാരിന് ആർജവം ഇല്ലായിരുന്നുവെങ്കിൽ ദിലീപ് അടക്കമുള്ള ആളുകൾ അകത്തു കിടക്കില്ലായിരുന്നു. അത് നമ്മുടെ മുൻപിലുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപപ്പെടില്ലായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല ഈ നിമിഷവും നമ്മൾ സർക്കാരിനെ വിശ്വസിക്കുക തന്നെയാണ്. മനസ്സിലായോ? ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ എക്സ്ട്രാ പേജസ് മാറ്റി ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആശങ്ക വരുന്നത്. ആരോപണം വരുന്ന സമയത്ത് അവർ പ്രത്യേകമായിട്ട് വന്ന് കംപ്ലൈന്റ് തരട്ടെ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമ്മളെല്ലാം ഇടതുപക്ഷത്തിനോടൊപ്പം വളരെയധികം നിലപാട് ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? ഞാനൊരു SFI പ്രവർത്തകയായിരുന്നു ഏറെക്കാലം. ഞാൻ പിന്നെ കൈരളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയോ താങ്കളുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയല്ല ഞാൻ ചെയ്തത്. ചോദ്യം ചെയ്യല്ല, പക്ഷേ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് മാഡം ചെയ്തത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. അല്ലല്ല, താങ്കളുടെ ചോദ്യം അത് അങ്ങനെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ സർക്കാരിന്റെ ഒരു ആർജവം എന്താണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കംപ്ലൈന്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുക്കാൻ ഒരിക്കലും സ്ത്രീകൾക്ക് സാധിക്കില്ല എന്നുള്ള അറിവിന്റെ പുറത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത്. പിന്നെ അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ വന്ന് തുറന്നു പറച്ചിൽ, അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തുറന്നു പറച്ചിൽ നടത്തിയ ഒരു പെൺകുട്ടി നിലനിൽക്കെ ഇനി എന്താണ് പിന്നെ ഇരകൾ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. തുടർ നടപടികൾ വേണമെന്ന് ഞങ്ങളോടാണ് പറയുന്നത്. ഞങ്ങളോടാണ് ഞാനും താങ്കളും വിചാരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി വരുമെന്ന് തന്നെയാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ ചാനലുകളിൽ നിന്നും വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നത് തുടർ നടപടി വേണ്ടേ, തുടർ നടപടി വേണോ? ഇത് ആര് പറയേണ്ട കാര്യമാണ്? ഞങ്ങളാണ് പറയണ്ടേ? പൊതുസമൂഹത്തിന്റെ സമക്ഷം ഇപ്പോൾ ശ്രീമതി മാലാപാർവതി, ഞാൻ പറയുന്നത് കേൾക്കും. ഒരു മിനിറ്റ്, ഞാൻ ആ രീതിയിലല്ല താങ്കളോട് ചോദിച്ചു. ഒറ്റ മിനിറ്റ്. താങ്കൾ പറയുന്ന സ്പിരിറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എനിക്കത് മനസ്സിലായി. ആ സ്പിരിറ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു തുടർ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കതിൽ സംശയമില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ താങ്കൾ പറഞ്ഞതുപോലെ പലരും ഇപ്പോൾ പരസ്യമായി പറയാൻ ധൈര്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള തുടർ ചർച്ചകളും ഒരു കൂടുതൽ ധൈര്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഒരുപാട് പേര് വന്ന് പറയുകയാണ് ഇതൊരു ഫ്രീഡം മൂവ്മെന്റ് പോലെ ആയിട്ടുണ്ട്. ഇത് സിനിമയിൽ വന്നിട്ടുള്ള ഈ ഒരു കാര്യം കേരളത്തിലെ സമസ്ത മേഖലകളിലെയും പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ധൈര്യം നൽകുന്ന ഒരു പുതിയ കേരളം, ഒരു നവകേരളം ഉണ്ടായി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെല്ലാം തുടക്കം കുറിച്ചത് പിന്നെ സർക്കാർ തന്നെയാണ്. ലോകത്താദ്യമായിട്ടാണ് സിനിമാ മേഖലയിൽ, എല്ലാവർക്കും അറിയാം ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്, എല്ലാവർക്കും അറിയാം ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും പിന്നെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്ത് പേര് പറയുന്ന ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ചൂഷണമാണ്, ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പണ്ട് കാലത്ത് ജന്മി കുടിയാൻ ബന്ധ പോലെ അവിടെ പണിയെടുത്തോണ്ടിരുന്ന സ്ത്രീകളെ വിളിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കുമായിരുന്ന കഥകളും നാടൻ പാട്ടുകളും നമുക്കറിയാം. അപ്പൊ അതേപോലെ പിന്നെ നടന്നിരുന്ന കാലത്തിന് രക്ഷ നൽകിയ, പുതുവഴി നയിച്ച ഒരു ഇടതുപക്ഷ സർക്കാർ ഈ മേഖലയ്ക്കും ഒരു രക്ഷ നൽകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ അതൊക്കെ. അത് കഴിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ സർക്കാരിനുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുന്നു, ഞാൻ സംശയിക്കുന്നു. അത് മാറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അവർ ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ പുതിയൊരു കേരളം, ഒരു തരത്തിലുള്ള ചൂഷണവും ഇല്ലാത്ത പുതിയൊരു കേരളം സമസ്ത മേഖലകളിലെയും സ്ത്രീകൾ പുറത്തു വന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പറയും. എന്തിനാ പറയുന്നത്? PhD ഗൈഡുകൾ, PhD എടുക്കാൻ പോകുന്ന പെൺകുട്ടികൾ പറയുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല മേഖലകളിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ അവർക്കെല്ലാം രക്ഷയാകും.